മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായി പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം. പൊന്നാനിയിൽ എസ്.എഫ്.ഐ പ്രവർത്തകർ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസിലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പൊന്നാനിയിൽ നിന്ന് വിവരങ്ങളുമായി സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എപ്പോഴാണ് ഈ പരിപാടി തുടങ്ങുക? ഈ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ ഈ പരിപാടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? നിഷാദ്, കൃത്യം 11 മണിക്ക് തന്നെ പരിപാടി തുടങ്ങും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന മുൻ എം.എൽ.എ കൂടിയായ പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് നടക്കുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിനെ വാർത്ത സമ്പുഷ്ടമാക്കുന്നത്. ഇതിന് കാരണം കോൺഗ്രസിൽ നിന്ന് നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ പരിപാടിയിൽ ഗവർണറെ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതേ തുടർന്ന് ഇത് വലിയ വിവാദമായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പരസ്യ പ്രതികരണം വിലക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഗവർണർ എത്തുന്ന പശ്ചാത്തലത്തിൽ വലിയ പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് എസ്.എഫ്.ഐ ഒരുപക്ഷെ എരമംഗലം ജംഗ്ഷനിൽ വെച്ച് കരിങ്കൊടി കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എസ്.എഫ്.ഐ വിവിധ ഭാഗങ്ങളിലായി പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ഗവർണർ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നില്ല തുടങ്ങിയ പോസ്റ്ററുകളാണ് പ്രധാനമായും ഉള്ളത്. നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിലും മറ്റും സ്ഥാപിച്ചതിന് സമാനമായ പോസ്റ്ററുകളാണ് ഉള്ളത്. ഇന്ന് ഈ പരിപാടിയിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല, വി.എം. സുധീരൻ, അതുപോലെ തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീർ തുടങ്ങിയ യു.ഡി.എഫിന്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്, പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പരിപാടിയിൽ ഈ ഗവർണറെ പങ്കെടുപ്പിക്കുന്നതിൽ വലിയ അമർഷമാണുള്ളത്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ ഈ പ്രതിഷേധങ്ങളും വകവയ്ക്കാതെയാണ് ഈ പി.ടി. മോഹനകൃഷ്ണന്റെ മകൻ കൂടിയായ പി.ടി. അജയ് മോഹന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘാടക സമിതി പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും ഗവർണർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. നിഷാദ്, ശരി, സാജിദ് വിവരങ്ങൾ നൽകിയത്.